അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു നേഴ്സറി വിസിറ്റാണ്. ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരു നേഴ്സറി പോയിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാൻ ഈ നേഴ്സറിയിൽ തന്നെയാണ് പ്ലാന്റ്സ് എല്ലാം എടുക്കാറ്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്, നിറയെ കളക്ഷൻസ് ഇവരുടെ കയ്യിലുണ്ട്. ഇപ്പോൾ പോയാലും വീഡിയോ എടുക്കണം എന്ന് കരുതുമെങ്കിലും എപ്പോഴും ഞാൻ വിട്ടു പോകാറാണ് പതിവ്. ഇന്നലെ എന്തായാലും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതൊരു പിറ്റോണിയുടെ പ്ലാന്റ്സ് ഒക്കെയാണ്. അതിന് 80 രൂപയാണ് അവർ പ്ലാന്റിന് ചാർജ് ചെയ്യുന്നത്. ഒരു പ്ലാന്റിന് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്, നിറയെ പൂക്കളും ബഡുകളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന വലിയ പ്ലാന്റ്സ് ആണ് അവർ 80 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഇതൊക്കെ 40 രൂപ റേഞ്ചിൽ വരുന്ന റോസുകളാണ്. റോസിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഓൺ റൂട്ടഡും ബഡും അതുപോലെ തന്നെ ഓർക്കിഡ് റോസിൻ്റെ വെറൈറ്റീസും ബഞ്ച് റോസുകളും അങ്ങനെ ഒരുപാട് വെറൈറ്റി റോസുകളുണ്ടായിരുന്നു. അപ്പം ഞാനൊരു 4 റോസ് എടുത്തിട്ടുണ്ട്. നമുക്ക് വലിയ പ്ലാന്റ്സൊക്കെ 150 റുപ്പീസൊക്കെ ആ ഒരു റേഞ്ചിലാണ് അവർ കൊടുക്കുന്നത്. അതും 150 റുപ്പീസിനാണെങ്കിലും നല്ല വലിയ പ്ലാന്റാണ്, പോട്ടോട് കൂടിയ പ്ലാന്റ്സാണ് അവർ കൊടുക്കുന്നത്. അപ്പം ഞാനൊരു 4 റോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ റോസാണ് ഈ ഒരു റോസ്. ഇതിൻ്റെ ഐഡിയ എന്താണെന്ന് എനിക്കറിയില്ല. ഫ്ലവർ കണ്ട് ഭംഗി കണ്ടിട്ടാണ് ഞാൻ എടുത്തത്. അതുപോലെ തന്നെ പ്ലാന്റും നല്ല ഹെൽത്തിയാണ്. 150 റുപ്പീസാണ് ഇത് പോട്ടോട് കൂടിയിട്ടായിട്ടുള്ളത്. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് ഈ ഒരു റോസിന്. അപ്പോൾ ഇതിൻ്റെ ഐഡിയ അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, എനിക്കറിയില്ല. പിന്നെ ഒരു ബ്ലൂബെറി റോസ് എന്ന് പറഞ്ഞിട്ടൊരു റോസാണ് വേറെ എടുത്തത്. അതിൻ്റെ ഐഡിയ അവരങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ കൺഫേം ചെയ്യാൻ വേണ്ടി വേറൊരു ചാനലിലും ചോദിച്ചിരുന്നു. അവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇതിൽ നിറയെ മുട്ടുകളുണ്ടായിരുന്നു. ഞാനിവിടെ വന്ന് കഴിഞ്ഞിട്ട് 2-3 മുട്ടുകൾ കട്ട് ചെയ്ത് കളഞ്ഞു. അത്ര ഹെൽത്തി അല്ലാത്ത മുട്ടുകളായതുകൊണ്ടാണ് അത് കട്ട് ചെയ്ത് കളഞ്ഞത്. ഇതൊക്കെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ബഡുകളാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനാണെന്നുണ്ടെങ്കിൽ ഇതും പോട്ട് ആയിട്ടാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. 150 തന്നെയാണ് ആയിട്ടുള്ളത്. ഇത് നമുക്ക് 50 രൂപയ്ക്കാണ് ഈ റോസ് വാങ്ങിച്ചത്. ഇത് ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ കളറും അതുപോലെ സ്മെല്ലും ഒക്കെ. നല്ല സ്മെല്ലാണ് ഇതിന് പക്ഷേ സ്മെല്ലൊന്നുമില്ല. നല്ല ഭംഗിയാണ് ഈ പൂ കാണാനായിട്ട്. ഇതുപോലെ നിറയെ പൂക്കൾ പിടിക്കുന്നൊരു യെല്ലോ റോസാണ്. ഇതും ഓൺ റൂട്ടഡ് ആണ്. പിന്നെ ഈ ഒരു ജെർബറയാണ് എടുത്തത്. 2 ജെർബറ എടുത്തു. ഒന്നിന് 100 ആയത്. ഒരു യെല്ലോയും പിന്നെ ഒരു ഓറഞ്ച് പോലത്തെ ഒരു ഷെയ്ഡുമാണ് ഞാൻ എടുത്തിട്ടുണ്ടായത്. ഈ 2 ഷെയ്ഡും. ഇപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് യൂസ്ഫുൾ ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലിയിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.